Hi everyone, it's me Rahul. Welcome to my Trend FX YouTube channel. So ഇന്നലെ ഒരു സൂപ്പർ ഡേ ആയിരുന്നു. സൂപ്പർ മീൻസ് ഇസ് എക്സ്ട്രാ ഓർഡിനറി ആൻഡ് സോളിഡ് പ്രോഫിറ്റ്സ് വിത്ത് നമ്മുടെ മെൻ ട്രെൻഡ് കമ്മ്യൂണിറ്റിക്ക്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ ഓരോരുത്തരുണ്ടെങ്കിൽ ആൻഡ് നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ ജസ്റ്റ് ആ റൂൾസ് മാത്രം ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇന്നലെ നിങ്ങൾക്ക് നല്ലൊരു സോളിഡ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ ഡേ ആയിരുന്നു അല്ലേ. ലാസ്റ്റ് വീഡിയോയിൽ എന്തായിരുന്നു നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയാം. ഇതായിരുന്നു ലാസ്റ്റ് ഡേയിലെ, ദിസ് വാസ് ദ ലാസ്റ്റ് ഡേ ക്യാൻഡിൽ 15 താഴെ കാണുന്നുണ്ടല്ലോ. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് റിപ്ലൈ അടിച്ച് നോക്കാം. ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ ഇതേപോലെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പറഞ്ഞു 24,300 മുകളിൽ 24,300 മുകളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് കോൾ സൈഡിലോട്ടൊരു എൻട്രിയും 24,150 24,150 താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്കൊരു പുട്ട് എൻട്രിക്കും ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൽ എന്താ ഇന്നലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്, ക്ലിയർ ആയിട്ട് മാർക്കറ്റ് വന്ന് നമ്മുടെ ലൈൻ ബ്രേക്ക് ചെയ്തു ആൻഡ് നിങ്ങൾ നോക്കിയാൽ കാണാം എങ്ങനെയാണോ നമ്മൾ ഡ്രോ ചെയ്ത് വെച്ചത്, മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറി നമ്മുടെ ഇതാ നിങ്ങൾ നോക്കി കാണാം മുകളിലോട്ട് കയറി അതിൽ റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും താഴോട്ട് വീണു ആൻഡ് നേരെ നമ്മുടെ ടാർഗറ്റ് വന്ന് ഹിറ്റ് ചെയ്യുകയായിരുന്നു അല്ലേ. നേരെ നമ്മുടെ ടാർഗറ്റ് വന്നിട്ട് ഹിറ്റ് ചെയ്യുമായിരുന്നു. ഇതായിരുന്നു ഇന്നലത്തെ സിനാരിയോ. സോ വളരെ സിമ്പിൾ ഒരു ഡേ ആയിരുന്നു ആൻഡ് ഇതിൻ്റെ കോറിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ആസ് ഒരു ട്രേഡർ അറിഞ്ഞിരിക്കേണ്ട, ആസ് ഒരു പ്രൊഫഷണലായിട്ട് ട്രേഡർ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യവും നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റുഡൻസിന് അതൊക്കെ അറിയാം, അവരത് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇതെല്ലാം സൂപ്പറായിരുന്നു. എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എൻട്രി വളരെ സിമ്പിളായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് എൻട്രി വേറെയും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് HDFC ബാങ്ക്, ഓക്കെ, HDFC ബാങ്കിൽ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ആക്സിസ് ബാങ്ക് ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ICICI ബാങ്ക് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് പിന്നെ അപ്പോളോ ഹോസ്പിറ്റലും എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു, കാണിച്ചു തരാം ഞാൻ. ആൻഡ് കാനറ ബാങ്ക് സ്റ്റുഡൻസ് എടുത്തിട്ടുണ്ടായിരുന്നു എൻട്രി. നാഷണൽ അലൂമിനിയം നമ്മുടെ ഗ്രൂപ്പിൽ ഒരു എൻട്രി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ എൻട്രികളൊക്കെ നമ്മൾ എവിടെയാണ് കൊടുത്തിട്ടുള്ളത്, ഈ കൊണ്ടൊക്കെ നമ്മൾ മെൻ ട്രെൻഡ് എഫക്സിൻ്റെ ഇലൈറ്റ് ഗ്രൂപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ICICI ബാങ്ക്, അപ്പോളോ ഹോസ്പിറ്റൽ, ശ്രീറാം ഫിനാൻസ് ആൻഡ് നിഫ്റ്റി, ICC, ഓക്കെ. ആൻഡ് ഈ എൻട്രികളെല്ലാം നമ്മൾ എല്ലാം ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ സ്റ്റുഡൻസൊക്കെ നല്ല നല്ല പ്രോഫിറ്റ്സും എല്ലാവരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഈ ഗ്രൂപ്പിലോട്ടുള്ള നിങ്ങൾക്ക് ഡയറക്റ്റ് ആക്സസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അക്കാദമിയുടെ സ്റ്റുഡൻസിനാണ് ഫ്രീ ആക്സസ് ഫോർ ലൈഫ് ടൈം, ഓക്കെ. സോ നമുക്ക് നാളത്തെ നിഫ്റ്റിയിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, നേരം കളയാം, നാളത്തെ അനാലിസിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഇതൊക്കെ എടുത്ത് കളയാം. സോ നിഫ്റ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നൊരു ഹെവി ഫാൾ വന്ന് നിൽക്കുന്നുണ്ട്, ഇന്നൊരു ഹെവി ഫാൾ. സോ നാളെ നമുക്ക് ഇവിടുന്ന് ഒരു പുഷ് ബാക്ക് നമ്മൾ എന്തായാലും ഒരു 24,000 മുകളിൽ നിഫ്റ്റി വരുന്ന വരെ 24,000 മുകളിൽ ഈ റേഞ്ചിന് മുകളിൽ നിഫ്റ്റി വരുന്ന വരെ നമ്മൾ എന്താണ് ഒരു ബൈ എൻട്രി നമ്മൾ ഇനി പോകത്തില്ല, ഓക്കെ. 24,000 ബിലോ നമ്മൾ നമ്മുടെ ഈ ഒരു സോൺ, ഓക്കെ, ഈ ഒരു സോൺ. സോ ഈ ഒരു ഏരിയ വരെ 24,000 മുകളിൽ നിഫ്റ്റി വരുന്ന വരെ നമ്മൾ ഇനി ഒരു ബൈ എൻട്രിക്ക് നമ്മൾ എന്ത് കൊടുക്കത്തില്ല, നമ്മൾ അവിടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. നമ്മൾ ഇനി ഫോക്കസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ സെൽ ഓൺ റൈസ്. ഓൾറെഡി ഞാൻ 2 ദിവസം മുന്നേ ബിഫോർ യെസ്റ്റർഡേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ 9th വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സെൽ ഓൺ റൈസ് ആണ് കൺസെപ്റ്റ്. മാർക്കറ്റ് സെൽ ഓൺ റൈസ് മാർക്കറ്റാണ്. ദിസ് ഇസ് നോട്ട് എ ബൈയിങ് മാർക്കറ്റിന് എത്ര മുകളിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാം. സോ ലാസ്റ്റ് ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനാരിയോ നമുക്ക് മുകളിൽ നിന്ന് മാർക്കറ്റിനെ സെല്ല് ചെയ്യാമെന്ന്. അത് തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് സെൽ ഓൺ റൈസ് മാർക്കറ്റ് ആയിരുന്നു. ആൻഡ് 24,850, ഓക്കെ, 850 ഇപ്പോൾ 66 നിൽക്കുന്നത്. ബട്ട് ഇതിൻ്റെ താഴെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിനെ വീണ്ടും എങ്ങോട്ട് വിടാം, സെല്ലിലോട്ട് വിടാം. ബട്ട് നമ്മൾ നാളെ നേരെ ഇവിടുന്ന് സെല്ല് ചെയ്യത്തില്ല. അത് ഇവിടുന്ന് സെല്ലിങ് ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ
വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതിൽ ഇവിടെ ജോയിൻ ചെയ്താൽ മതി, ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. അതല്ല മാർക്കറ്റ് രാവിലെ നാളെ വേറെ കാര്യം കൂടെ ഉണ്ട്. നാളെ നമ്മുടെ സെൻസെക്സിൻ്റെ എക്സ്പയറി ഡേയും കൂടിയാണ്. സോ കീപ്പ് ഇൻ മൈൻഡ്, നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് നാളെ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരിക്കും നാളെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ഓക്കെ, നാളെ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിന് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ രാവിലെ തന്നെ പോയിട്ട് ഒരു പുട്ട് എൻട്രി, അതായത് ഒരു മാർക്കറ്റിനെ സെല്ല് ചെയ്യാൻ നിൽക്കത്തില്ല. നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യും. ഞാൻ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ബിഗിനേഴ്സിനോട്, നമ്മൾ ഗുഡ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ വെയിറ്റ് ചെയ്യും. മാർക്കറ്റ് ഒന്ന് റേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു നല്ല സിനാരിയോ കിട്ടുകയാണെങ്കിൽ നമുക്ക് മുകളിൽ നമുക്ക് സെല്ല് ചെയ്യാം. താഴോട്ടുള്ള സെല്ലിംഗ് നാളെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് നോക്കാം. നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറിയും കൂടെ ആയതുകൊണ്ട് നമ്മൾ കീപ്പ് ഇൻ മൈൻഡ് അത് വെച്ചേക്കണം. നാളെ ഒരു എക്സ്പയറി ഡേ ആണ്. എക്സ്പയറി ഡേ എന്ന് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ, നമ്മുടെ ഓപ്ഷൻസിൻ്റെ കോൺട്രാക്റ്റ് എല്ലാ 1 വീക്കിലും തീരും. എസ്പെഷ്യലി ഇൻഡെക്സിൻ്റെ, സെൻസെക്സിൻ്റെ തേഴ്സ്ഡേ, നിഫ്റ്റിയുടെ ട്യൂസ്ഡേ. അപ്പം ചൊവ്വ ആൻഡ് വ്യാഴം, ദീസ് 2 days ഈസ് എക്സ്പയറി ഡേ. സോ ആ എക്സ്പയറി ഡേയിൽ മാർക്കറ്റ് ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരിക്കും മാക്സിമം ഉണ്ടാവുക, കാരണം ഓപ്ഷൻ സെല്ലേഴ്സ് നിയന്ത്രിക്കുന്നതുകൊണ്ട്. ഓക്കെ, സോ നമ്മൾ ഓപ്ഷൻ ബയേഴ്സ് ആണ്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ചെറിയ കാര്യങ്ങളാണ്, ഞാൻ നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, നോ പ്രോബ്ലം. സോ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും, അതിനകത്ത് എനിക്ക് DM ചെയ്താൽ മതി. സോ 24,848 താഴെ വരികയാണെങ്കിൽ, ഇതിൻ്റെ താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ, ഫസ്റ്റ് ടാർഗറ്റ് 23,696, സെക്കൻഡ് ടാർഗറ്റ് 23,600, അതിൻ്റെ താഴെ 550, 500, 450, അങ്ങനെ മാർക്കറ്റ് താഴോട്ട് ഒരു ഹ്യൂജ് ഫാൾ വീണ്ടും സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇപ്പം വാർ സിറ്റുവേഷനാണ്. ആൻഡ് മാർക്കറ്റിൻ്റെ വിക്സ് ഒക്കെ നോക്കിയാണെങ്കിൽ ഒരുപാട് മുകളിലാണ്. 21 ഏകദേശം ഇന്നും 2.1%, 11% അപ്പായിരുന്നു വിക്സ്. ഓക്കെ, 21.06 വിക്സ് നിൽക്കുന്നത്. സോ മാർക്കറ്റിൽ ഫിയർ ഒരുപാടാണുള്ളത് മാർക്കറ്റിൽ. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇനിയും ഒരു ഡൗണിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ബൈയിങ് സൈഡിലോട്ട് നിങ്ങൾ ആരും നോക്കണ്ട. ആൻഡ് കഴിയുന്നതും ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പൊസിഷനൊക്കെ എൻട്രി എടുത്തിട്ട് അന്ന് തന്നെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതായിരിക്കും നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ നല്ലത്. സോ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി ചോദിക്കുന്നു. 24,000 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്താൽ മാത്രമേ ഇനി നമുക്കൊരു ബൈ എൻട്രി ഉള്ളൂ. 23,850 താഴെ നമ്മൾ വീണ്ടും സെല്ലാണ്. ആൻഡ് സെൽ ഓൺ റൈസ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഉപയോഗിക്കുക. ഇതെല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. ആദ്യമായിട്ട് കാണുന്നതിൽ പ്ലീസ് ജോയിൻ ദ വാട്സപ്പ് ഗ്രൂപ്പ്. ഓക്കെ, സോ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു.